യൂറോപ്യൻസിനെ അടി കിട്ടിയിട്ട് ചെങ്ങലയിൽ മരിച്ചു, ഗോതമ്പ് വയലുകളിൽ മരിച്ചു. ആര്? മാലിക്കാര്. ഇവരൊക്കെ ആരായിരുന്നു? ഹാപ്പിളുകൾ. എന്തുകൊണ്ട് ഹാപ്പിളായി? അവർക്ക് പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു, ലോക പ്രശസ്തനായ രാജാവ്. ആരായിരുന്നു? ഹാപ്പിളായിരുന്നു. അപ്പോഴൊരു കുട്ടി ജനിക്കുന്നതോടുകൂടെ ഇവർക്ക് താല്പര്യമാണ് എന്തിന്? മക്കളെ ഹാപ്പിളാക്കാൻ. വെനീസലയുടെ നിയമപരമായ ഭരണാധികാരിയെ ഒരു ദിവസത്തിന്റെ ഒരു പ്രഭാതത്തിന്റെ അല്പനേരം കൊണ്ട് കിഡ്നാപ്പ് ചെയ്തു. ആരാ കിഡ്നാപ്പ് ചെയ്തത്? അമേരിക്ക. എന്തുകൊണ്ട്? ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള രാജ്യം പറ, വെനീസലയാണ്. അതാ കാരണം. വെനീസലയിലെ ഭരണാധികാരിയെ കിഡ്നാപ്പ് ചെയ്യാനുള്ള കാരണം അതാണ്. അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ടും ദാനം കൊണ്ടും ഉണ്ടായ മറ്റൊരു പ്രത്യാഘാതം, അദ്ദേഹത്തിന്റെ ഹജ്ജ് യാത്ര ദാനശ്രമം കൊണ്ടുണ്ടായ പ്രത്യാഘാതം എന്തെന്നാൽ യൂറോപ്പ് ആഫ്രിക്കയെ അറിഞ്ഞു എന്നതാണ്. കഴിഞ്ഞു. യൂറോപ്പ് ആഫ്രിക്കയെ അറിഞ്ഞു. ആഫ്രിക്കയിൽ ഒന്നുമില്ല, അവിടെ പട്ടിണി പാവങ്ങളായിരുന്നു എന്നാണ് ആര് മനസ്സിലാക്കിയിരുന്നത്. അതേസമയത്ത് ലോകപ്രശസ്തമായി ഹജ്ജ് യാത്ര പുറത്തു വന്നതോടുകൂടെ എന്തുണ്ടായി? യൂറോപ്പിന് ആഫ്രിക്കയെയും അവിടുത്തെ സമ്പത്തിനെക്കുറിച്ചുള്ള, അളവറ്റ സമ്പത്തിനെക്കുറിച്ചും ഉള്ള ഒരു എന്താ പറയുക, വല്ലാത്തൊരു വിവരം കിട്ടി. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന സ്ത്രീകൾ, ഭർത്താക്കന്മാരോ മറ്റോ ഗർഭിണികളായ ഗർഭകാലത്ത് വന്നാൽ ഞാൻ അവരോട് പറയും, ഉറക്കെ ഖുർആൻ ഓതണം, വാതിലടക്ക ഉറക്കോത്ത ഖുർആൻ ഗർഭകാലത്ത്. എന്തിന്? ഞാൻ എല്ലാ പെണ്ണുങ്ങളും ഭർത്താക്കന്മാർ എന്നോട് ഗർഭകാലത്ത് വന്നാൽ ഉപദേശിക്കുക, നിങ്ങളോടും പറയാം, വാതിലടക്കുക, ശബ്ദം പുറത്തേക്ക് വരണ്ട. എന്നിട്ട് എന്ത് ചെയ്യുക? ഉറക്കെ ഖുർആൻ ഓതുക. മെല്ലെ നോക്കിയാൽ പോരാ, ഉറക്കെ. എന്തിന്? ഈ കുഞ്ഞു ഖുർആൻ കേൾക്കണം. ഇപ്പൊ സമ്പത്ത് ഇഷ്ടം പോലെയുള്ള രാജ്യമാണ് സൗദി അറേബ്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ കൃഷി വളരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് എന്ത്? സൗദി അറേബ്യ. സാറ്റലൈറ്റിൽ അവിടുത്തെ കണക്കെടുത്ത് അന്തം വിട്ടു. ലോകത്തെ ഏറ്റവും കൃഷിയാണ്. 2030 ആകുമ്പോഴേക്ക് 1000 ഡാമുകൾ പൂർത്തിയാക്കുന്നതാണ്. എത്ര? 1000 ഡാം. 1980 ശേഷം ലോകത്തൊരു രാജ്യത്തും ഡാമിന് ചരിത്രമില്ല. അതിനുശേഷമാണ് സൗദി അറേബ്യയിൽ ഡാം തുടങ്ങുന്നത്. 2030 ആകുമ്പോഴത്തിന് എത്ര ഡാമാവും? വെള്ള സംഭരണികൾ, മഴവെള്ളം സ്റ്റോർ ചെയ്യാം. പിന്നെ കടൽ വെള്ളത്തെ ശുദ്ധീകരിച്ച് സ്റ്റോർ ചെയ്യാം. എന്നിട്ട് മരുഭൂമിയെ ഫലഭൂയിഷ്ടമാക്കുക. ലോകത്തെ ഏറ്റവും കൂടുതൽ തോട്ടങ്ങൾ വളരുന്ന ഒരു രാജ്യമാണ് ഇന്ന് സൗദി അറേബ്യ. കാരണം അവർക്ക് എന്തുണ്ടായി? സാമ്പത്തിക വളർച്ച, ഫലഭൂയിഷ്ഠത ഉണ്ടാവും, കൃഷി വളരും, ഇതെല്ലാം ഉണ്ടാവും ചെയ്യും. ഒക്കെ രാജ്യങ്ങളുണ്ടായി. അപ്പൊ ലോക സമ്പദ്ഘടന വരെ മാറ്റിമറിക്കാൻ ആർക്ക് കഴിഞ്ഞു? മാൻസ മുസയുടെ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ഹാഫിദുൽ ഖുർആനായ മുഹദ്ദിസായ ആലിമുൻ ബിൽ ഫിഖ്ഹിൽ മാലിക്കി അൽ ഖാദിരി, സൂഫിയാണ്. അസ്സൂഫി അൽ ഖാദിരി അൽ മാലിക്കി ഹാഫിദുൽ ഖുർആൻ. കാനം ആലിമുൻ ബിൽ ഹദീസ് വൽ ലുഗത്തിൽ അറബിയ, മന്ദിങ്കയാണ് ഭാഷ, എന്നിട്ട് അറബിയിൽ വലിയ നിപുണൻ. ഖുർആനിൽ ഹാഫിള്, ഹദീസിൽ അവഗാഹം, ഫിഖ്ഹിൽ ഏതൊരു പണ്ഡിതനോടും കിടയൊത്ത് നിൽക്കാൻ മാത്രമുള്ള നൈപുണ്യം. മാത്രമല്ല ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ കൂടെ കൊണ്ടുപോയി മക്കയിൽ അക്കാലത്ത് കിട്ടാവുന്ന പണ്ഡിതന്മാരെ മുഴുവനും തിരിച്ചുകൊണ്ടുവന്നു. പിൽക്കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയായി മാറി മാലി സങ്കോറ യൂണിവേഴ്സിറ്റി. 25,000 വിദ്യാർത്ഥികളാണ് ഒരേ സമയത്ത് പഠിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കാലത്ത്. എന്തു പറഞ്ഞു? 25,000 വിദ്യാർത്ഥികൾ. തിരിച്ചു വന്നപ്പോൾ അബു ഇസ്ഹാഖ് സാഹിലിയെ കൂടെ കൊണ്ട്, ലോകം കണ്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് അബു ഇസ്ഹാഖ് സാഹിലി. ലോക പണ്ഡിതന്മാരിൽ ഒരാളാണ്. അടിസ്ഥാനപരമായി അദ്ദേഹം അന്ദലൂസിയാണ്, സ്പെയിൻകാരനാണ്. അദ്ദേഹം ഹജ്ജിന് വന്നിരിക്കുകയായിരുന്നു സ്പെയിനിൽ നിന്ന്. ഈ പണ്ഡിതന്റെ പാണ്ഡിത്യം കണ്ട് ആകൃഷ്ടനായി ആര്? മാൻസ മൂസ അദ്ദേഹത്തെ കൂടെ കൂട്ടി. അദ്ദേഹത്തിന് വലിയ സൗകര്യം ചെയ്തു കൊടുത്തു. ഇന്നത്തെ ഒരു രാജാവിനേക്കാൾ സമ്പത്തുണ്ടായിരുന്നു ഈ പണ്ഡിതൻ. അദ്ദേഹം അതായത് അങ്ങനെ അളവറ്റ് സഹായിച്ചു. കണ്ടു കിട്ടിയ പണ്ഡിതന്മാരെ എല്ലാം കൂടെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട യാത്ര കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു.
തിരിച്ചു വരുമ്പോൾ അബൂ ഇസ്ഹാഖ് സായിദിയെ കൂടെ കൊണ്ടുവന്നു. മാലിക്കി സൂഫി സദസ്സുകൾക്ക് അദ്ദേഹം വലിയ ഖാദിരി ത്വരീഖത്തുകാരനായിരുന്നു. അന്ന് മക്കയിലെ അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു അദ്ദേഹം. അടിസ്ഥാനപരമായി അദ്ദേഹം സ്പെയിൻകാരനാണ്. ഇദ്ദേഹമാണ് ഒരു പ്രത്യേക വാസ്തുശില്പ ചാതുരതയോടുകൂടെ എന്താ പറയുക, മാലിയിലെ ജിങ്കുറബർ പള്ളി നിർമ്മിച്ചത്. ആ പള്ളി നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 400 കിലോ സ്വർണം അതിനുവേണ്ടി അദ്ദേഹം കൊടുത്തു എന്നാണ്. ആ പള്ളി നിർമ്മാണത്തിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ വരും കൂലിയായിട്ടും 400 കിലോ സ്വർണം കൊടുത്തു എന്നാണ് ചരിത്രം. ഞാൻ പറഞ്ഞ ഇന്നൊരു രാജാവിൻ്റെ കയ്യിൽ ഉള്ളതിനേക്കാൾ സമ്പത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്തെ പണ്ഡിതൻ്റെ കയ്യിൽ. പണ്ഡിതന്മാർ പഠിക്കാൻ തയ്യാറാവും, നല്ലോണം പഠിക്കും. പഠിക്കുന്നവർക്ക് പഠിക്കണം. പഠിക്കുന്നവർക്ക് പണം കിട്ടുമ്പോൾ സ്വാഭാവികമായി പഠിക്കാൻ തയ്യാറാവും. നമ്മുടെ നാട് അട്ടിമറിഞ്ഞു. കാരണം പഠിക്കുന്നവർക്ക് വില ഇല്ലാതാവുകയും പ്രഭാഷകർക്ക് വില ഉണ്ടാവുകയും ചെയ്തു. അപ്പം ഇന്ന് ആളുകൾക്ക് പഠിക്കാൻ താല്പര്യമില്ല. പിന്നെന്താ? സാഹിത്യ സമാജം മുത്തഫരിദ് ഓതാൻ വരികയാണെങ്കിൽ ആദ്യം തന്നെ എന്തിനാ കൂടുക? സാഹിത്യ സമാജത്തിൽ 2 കൈയും 2 കാലും ഒക്കെ പൊന്തിച്ച് വേലറിയാൻ പഠിക്കും. കാരണം പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. വേലറിൻ്റെ കാര്യം പഠിച്ചാൽ ഒരു മാസത്തിൽ 10,000, 15,000, 20,000 കിട്ടിയെങ്കിലായി. അതേ സമയത്ത് വേലറിഞ്ഞ ദിവസം 50,000 കിട്ടും. അതുകൊണ്ടാണ് ഖുതബാഉഹും കസീർ, ലോകാവസാനം അടുക്കുമ്പോൾ പ്രഭാഷകർ കൂടും, ഉലമാഉഹും ഖലീൽ, പണ്ഡിതന്മാർ കുറയും എന്ന് മുസ്തഫ നബി പറഞ്ഞത്. അന്ന് പഠിക്കണവരുണ്ടാവില്ല, പ്രസംഗിക്കണവരുണ്ടാവും. ഞാനിത് രണ്ടും കാണുമ്പോൾ അന്ത്യം ഇട്ടിരുന്നു, പഠിക്കാതെ എങ്ങനെ പഠിച്ചവനെ പ്രസംഗിക്കാൻ. പിന്നെയാണ് മനസ്സിലായത് പ്രസംഗിക്കാൻ പഠിക്കേണ്ട ആവശ്യം. പഠിപ്പില്ലാതാകുക പിന്നെയും വേണ്ടത്. പഠിക്കാതെ അങ്ങനെ കണ്ടൊക്കെ വിളിച്ചു പറയാം, ലോകസ്ഥാനത്തിൻ്റെ അടയാളാണ്. അപ്പം അങ്ങനെ അക്കാലത്തെ പണ്ഡിതന്മാർക്ക് രാജാക്കന്മാരുടെ കയ്യിലുള്ള അളവറ്റ സമ്പത്തുണ്ടായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാണ് സങ്കോറ യൂണിവേഴ്സിറ്റി. ഈ സങ്കോറ യൂണിവേഴ്സിറ്റിയിൽ ഒരേ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലത്ത് 25,000 വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുക ഒരു യൂണിവേഴ്സിറ്റിയിൽ. ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറി അന്ന് മാലിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത്. 7 ലക്ഷം കിതാബുകൾ. അക്കാലത്ത്, ഇന്നിപ്പോ അത്ഭുതമല്ല, അക്കാലത്ത് അതിൽ കൂടുതലും കയ്യെഴുത്ത് പ്രതികൾ. ഒരു കയ്യെഴുത്ത് പ്രതിക്ക് വേറൊന്നും ഉണ്ടാവില്ല. അപ്പൊ ലോകത്ത് എഴുതപ്പെട്ട പ്രധാനപ്പെട്ട കിതാബുകളെല്ലാം അദ്ദേഹം സംഘടിപ്പിച്ചു. അച്ചടി യന്ത്രം വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കുത്തുബഖാനയിൽ ഉണ്ടായിരുന്നതാണ് എത്ര 7 ലക്ഷം കിതാബുകൾ, കയ്യെഴുത്ത് പ്രതികൾ, പകർത്തിയെന്ന പ്രതികൾ, 7 ലക്ഷം കിതാബുകൾ. ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറിയുടെ ഉടമ അന്ന് മെൻസം മുസയായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. സങ്കോറ യൂണിവേഴ്സിറ്റിയിൽ ഒരേ സമയത്ത് താമസിച്ച് പഠിച്ചിരുന്നു 25,000 വിദ്യാർത്ഥികൾ. അവരെ സൗകര്യം എത്ര വേണം? 25,000. 100 ആളെ കാര്യം നടക്കണില്ല. അതിനും മാത്രം പൈസയാണ് ആരെ കയ്യിൽ? ആരെ കയ്യിലുള്ളത്? രാജാവിന്റെ കയ്യിലുള്ളത്. അത്രയും വലിയ പണം. ഒരുപാട് പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ പിന്തുടർന്നു. ഷെരീഫുൽ കർബറ എന്ന പ്രധാനപ്പെട്ട ഒരു അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ മക്കയിൽ അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ്. ഹുസൈനി കബീലക്കാരൻ ഷെരീഫുൽ കർബല. അദ്ദേഹം ഹുസൈനി കബീലക്കാരനാണ്. അദ്ദേഹം വലിയ സൂഫിയായിരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തസൂഫ് വളർത്താൻ അദ്ദേഹത്തിന്റെ മാലിയിലെ രംഗപ്രവേശം കാരണക്കാരനായി. ഹജ്ജ് കഴിഞ്ഞപ്പോൾ കൂടെ കൂട്ടിയതാണ്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സൈലിയെ ഹജ്ജ് കഴിഞ്ഞപ്പോൾ കൂടെ കൂട്ടി. അദ്ദേഹം വടക്കേ ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു പ്രമുഖനായ പണ്ഡിതനാണ്. അടിസ്ഥാനപരമായി അദ്ദേഹം മൊറോക്കോയിലെ ഫാസ് നഗരക്കാരനാണ്, ഫാസിലാണ്. പിന്നീട് മക്കയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സൈലിയെ കൂടെ കൂട്ടി മെൻസം മുസ. സങ്കോറ യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽ അദ്ദേഹമായിരുന്നു.
ഇബ്നുൽ മുഖ്താറുൽ ഖൈറുവാനി, അതൊക്കെ അക്കാലത്തെ ലോകത്തറിയപ്പെട്ട പണ്ഡിതന്മാരാണ്. അദ്ദേഹം അടിസ്ഥാനപരമായി ഇബ്നുൽ മുഖ്താറുൽ ഖൈറുവാനി ടുണീഷ്യക്കാരനായ പണ്ഡിതനാണ്. അദ്ദേഹം കൈറുവാനിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി മദ്രസകൾ അധ്യാപകനായിരുന്നു. പിന്നീട് ഹജ്ജ് കാലത്ത് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു മെൻസ മൂസ. പിന്നെ മാലിയിലെ പ്രധാനപ്പെട്ട ഫിഖ്ഹിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അപ്പൊ ചുരുക്കത്തിൽ പിന്നെ തസവുഫ്, ഖാദിരി ത്വരീഖത്തിന് വലിയ വികാസം, ഖാദിരി ത്വരീഖത്തിന് വലിയ വികാസം ആഫ്രിക്കയിലുണ്ടായി. ജനങ്ങളൊക്കെ ദാക്കിര്യങ്ങളായി. എന്തുകൊണ്ട്? ജനങ്ങൾ ദാക്കിര്യങ്ങളാണ്. എന്തുകൊണ്ട്? രാജാവ് ദാക്കിറാണ്. ഇന്നലെ ഈ ഇരിക്കുന്ന സൈനു ഇന്നലെ രാത്രി വീട്ടിൽ പോയി എൻ്റെ അടുത്ത് തന്നെ വന്ന് പോയി തിരിച്ച് ഇന്ന് രാവിലെ വന്നപ്പോൾ എന്നോട് പറയാണ്, എന്താ പറയാ, രാത്രി ഒരു പള്ളിയുടെ പരിസരത്ത് എമ്പാട് കാറുകൾ, ഇങ്ങനെ കാറ് ഒരുപാട് കാറ് കണ്ടപ്പോൾ ഞാൻ നട്ടപ്പാതിരക്ക് ഭയങ്കര കാറിൻ്റെ കൂട്ടം പള്ളിൻ്റെ പരിസരത്ത്. അപ്പോൾ വിചാരിച്ചു പോയി ജനങ്ങളൊക്കെ നന്നായോ. അപ്പോൾ നോക്കുമ്പോൾ ഇറങ്ങി അന്വേഷിച്ച എന്താ അതിന് മയ്യത്തിസ്കാരൊന്നുമല്ല, പള്ളിൻ്റെ ഭാഗ ഷെഡ് കെട്ടി കൊടുത്തിരിക്കുക. എന്തിന്? ഫുട്ബോളാണ്. അതിനനുസരിച്ചൊരു ഇമാമും അതിനനുസരിച്ചൊരു മാമൂമും. അങ്ങനെ തന്നെയാണ്. ഇമാമിന് പന്തളിയിലാണ് ഇഷ്ടം, അപ്പം മൗമൂമിങ്ങൾക്കും പന്തളിന് ഇഷ്ടം. ഈ രാജാവ് എങ്ങനത്തെ യഥാ രാജ തഥാ പ്രജ. ആഫ്രിക്കയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ത്വരീഖത്തുകൾ വ്യാപിച്ച രാജ്യമാണ് ഏത്? ഒരു ഭൂഖണ്ഡമാണ് ഏത്? ആഫ്രിക്ക. ആഫ്രിക്കയെ പോലെ ത്വരീഖത്ത് വ്യാപിച്ച രാജ്യമല്ല. ഇന്നും ദരിദ്രന്മാർ പക്ഷെ ദാക്കിര്യങ്ങളായിരിക്കും. ഒരു നിലക്ക് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണക്കാരനായ ഒരു ചോദനയാണ് ഈ പറയുന്നത്. ദിക്ർ അറിയാത്തവരുടെ ദിക്ർ പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു ദിക്റിൽ 2 മിനിറ്റ് കൊണ്ട് നിർത്തും. അപ്പുറത്ത് എല്ലാം കഴിയില്ല. ദാക്കിറിന് ചരിത്രം ഉണ്ടാകണം. ബാപ്പയും ഉമ്മയ്ക്കോ ചരിത്രം ഉണ്ടാകണം. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന സ്ത്രീകൾ ഭർത്താക്കന്മാരോ മറ്റോ ഗർഭിണികളായ ഗർഭകാലത്ത് വന്നാൽ ഞാൻ അവരോട് പറയും, ഉറക്കെ ഖുർആൻ ഓതണം, വാതിലടക്ക ഉറക്കം ഓതുക ഖുർആൻ ഗർഭകാലത്ത്. എന്തിന്? ഞാൻ എല്ലാ പെണ്ണുങ്ങളും ഭർത്താക്കന്മാർ എന്നോട് ഗർഭകാലത്ത് വന്നാൽ ഉപദേശിക്കുക, നിങ്ങളോടും പറയാം, വാതിലടക്കുക, ശബ്ദം പുറത്തേക്ക് വരണ്ട. എന്നിട്ട് എന്ത് ചെയ്യുക? ഉറക്കെ ഖുർആൻ ഓതുക. മെല്ലെ നോക്കിയാൽ പോരാ, ഉറക്കെ. എന്തിന്? ഈ കുഞ്ഞ് ഖുർആൻ കേൾക്കണം. പ്രത്യേകിച്ച് 4 മാസത്തിൻ്റെയും 9 മാസത്തിൻ്റെയും ഇടയിൽ ഖുർആൻ കേൾക്കുന്നത് ഈ ജനീനിന് കാരണമാവും. ഇത് എന്താകാൻ? സ്വാലിഹാകാൻ. കാരണം ഇതിൻ്റെ ചെവിയിലൂടെ ആദ്യം മുതൽ മാസക്കളക്കോളം സുരക്ഷിതമായ അതിൻ്റെ സ്ഥാനത്ത് അത് കേൾക്കുന്നത് എന്താണ്? ഖുർആനാണ്. അതേ സമയത്ത് സിനിമ പാട്ടാണ്, മമ്മൂട്ടി പാൻഡാലി സിനിമ ഇതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഈ കുട്ടി സിനിമൻ്റെ ആളാവും. മെസ്സി മന്തി എന്നത്തെ അങ്ങനെയൊക്കെ പറയൽ എന്താണ്? മെസ്സി എന്താണ് ഇതൊക്കെ ആണെങ്കിൽ അങ്ങനെയോ മനസ്സിലാണ്ട് പറഞ്ഞത് തന്നെ. അപ്പോൾ രാജാവ് ദാക്കിറായപ്പോൾ രാജ്യം മുഴുവൻ ദാക്കിറായി. എല്ലാവർക്കും ദിക്റെല്ലാം ഒരു മടിയില്ല തന്നെ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ആ രാജ്യത്തിന്. വലിയ വലിയ സൂഫികളോടും ഖാദിരികളോടും ഒക്കെ ഭയങ്കര ബന്ധം. ഖാദിരി ത്വരീഖത്ത് വളർന്ന് വികസിച്ചു. എന്നാൽ ചില പ്രത്യാഘാതങ്ങളും ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത്. അദ്ദേഹം യാത്ര ചെയ്ത നാടുകളിൽ സ്വർണത്തിൻ്റെ വില ഇടിഞ്ഞു. ചില പ്രത്യാഘാതങ്ങൾ. ഈജിപ്ത് സാമ്പത്തികമായി സർക്കാർ തകർന്നു. ജനങ്ങളെ കയ്യിൽ എന്തായി? ജനങ്ങളെ കയ്യിൽ പൈസയായി. അങ്ങനെ തന്നെ. അന്ന് ലോകത്തെ ഏറ്റവും ആവശ്യമുള്ളൊരു കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് സ്വർണ്ണമാണ്. ഇന്ന് പെട്രോളിയാണ്. ഇപ്പം നമ്മുടെ രാജ്യത്തിലെ ഭരണകൂടം പൈസ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? പെട്രോൾ വിറ്റിട്ടാണ്. അതിനിപ്പോൾ ഒരു രാജാവ് ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ പെട്രോളിന് കൊടുത്താൽ എല്ലാ പെരയിലും പെട്രോളിൻ്റെ വീപ്പൺ ഉണ്ടാക്കി കൊടുത്തു. ഒരു 10 കൊല്ലത്തിന് 25 കൊല്ലത്തിന് പെട്രോളിൻ്റെ ശേഖരം ഓരോ വീട്ടിലും ഒരു രാജാവ് വന്നുണ്ടാക്കി കൊടുത്താൽ പിന്നെ ഇവിടുത്തെ പെട്രോൾ പമ്പിന് ഒരു പണി ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായും രാജ്യം തകരും. ആര് വളരും? പേഴ്സണലി ഓരോരുത്തരുടെയും സാമ്പത്തിക രംഗം വളരും. അതേസമയത്ത് രാജ്യം മൊത്തത്തിൽ തകരും. 12 വർഷമാണ് ഈജിപ്ത് തകർന്നത്. അദ്ദേഹം ഒന്ന് യാത്ര പോയതാണ് കാരണം.
2 വീണ്ടും പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ടും ദാനം കൊണ്ടുമുണ്ടായ മറ്റൊരു പ്രത്യാഘാതം, അദ്ദേഹത്തിൻ്റെ ഹജ്ജ് യാത്ര ദാനശ്രമം കൊണ്ടുണ്ടായ പ്രത്യാഘാതം എന്തെന്നാൽ യൂറോപ്പ് ആഫ്രിക്കയെ അറിഞ്ഞു എന്നതാണ്. കഴിഞ്ഞു. യൂറോപ്പ് ആഫ്രിക്കയെ അറിഞ്ഞു. ആഫ്രിക്കയിൽ ഒന്നുമില്ല, അവിടെ പട്ടിണി പാവങ്ങളായിരുന്നു എന്നാണ് ആര് മനസ്സിലാക്കിയിരുന്നത്. അതേ സമയത്ത് ലോകപ്രശസ്തമായി ഈ ഹജ്ജ് യാത്ര പുറത്തു വന്നതോടുകൂടെ എന്തുണ്ടായി? യൂറോപ്പിന് ആഫ്രിക്കയെയും അവിടുത്തെ സമ്പത്തിനെക്കുറിച്ചുള്ള അളവറ്റ സമ്പത്തിനെക്കുറിച്ചും ഉള്ള ഒരു എന്താ പറയുക, വല്ലാത്തൊരു വിവരം കിട്ടി. അങ്ങനെ ഒരു ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഭൂപടം പുറത്തു വന്നിട്ടുണ്ട് 1375 കാറ്റ്ലൻ അറ്റ്ലസ് എന്നാ പറയാ. ഈ കാറ്റ്ലൻ അറ്റ്ലസിൽ ഭൂലോകത്തിൻ്റെ ഭൂഗോളത്തിൻ്റെ ചിത്രം വരച്ചിട്ട് അതിൻ്റെ നടുവിൽ ആഫ്രിക്കയുടെ ഏരിയയിൽ മാൻസ മൂസ സ്വർണത്തിൻ്റെ കട്ടിയും പിടിച്ച് നിൽക്കുന്നവരാണ് യൂറോപ്പ് അടയാളപ്പെടുത്തിയത്. ഈ അറ്റ്ലസ് യൂറോപ്പിൽ പ്രചരിച്ചതോടുകൂടെ യൂറോപ്പിൽ നിന്ന് കടൽ കൊള്ളക്കാരും പിന്നെ മൈഗ്രേഷൻ വന്നു. എങ്ങോട്ട്? ആഫ്രിക്കയിലേക്ക് വന്നു. അതുകൊണ്ട് യൂറോപ്പ് കോളനിയാക്കി, പിൽക്കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ കോളനിയാക്കി. എന്തിനെ? ആഫ്രിക്ക. ഇതിന് കാരണം മാൻസ മൂസയാണ്. ആദ്യകാലത്താണെങ്കിൽ ഇവർക്ക് എന്താ വിചാരിച്ചിരുന്നത്? ആഫ്രിക്കയിൽ ഒന്നുമില്ല, ഏഷ്യയിലാണ് അവർ കൊള്ള നടത്തുക, ആഫ്രിക്കയിൽ പാവങ്ങളാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ മാൻസ മൂസയുടെ ഹജ്ജ് യാത്രയോടുകൂടെ അളവറ്റ സമ്പത്ത് ആഫ്രിക്കയിലുണ്ടെന്നും മാലി അതിൻ്റെ കേന്ദ്രമാണെന്നുമുള്ള വിവരം എവിടെ കിട്ടി? യൂറോപ്പിലേക്ക് കിട്ടി. യൂറോപ്പിലെ ഓരോ ജനങ്ങളുടെ കയ്യിലും ഈ കാറ്റ്ലൻ അറ്റ്ലസ് വന്നു. കാറ്റ്ലൻ അറ്റ്ലസ് പുറത്തു വരുന്നത് 1375 1337 മാൻസ മൂസ മരിച്ചിട്ടുണ്ട്. മൂസാക്ക് ശേഷം മൂസയെ പോലെ ധൈര്യശാലികളും നിപുണന്മാരും തന്ത്രജ്ഞരുമായ ഭരണാധികാരികൾ മാലിയിലോ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ ഉണ്ടായില്ല എന്നതുകൊണ്ട് തന്നെ യൂറോപ്പിനെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പിന്നെ ആഫ്രിക്കൻ കോളനിയായി. ഇപ്പം നമ്മളെ നാട്ടിൻ്റെ സമ്പത്താണ് നമ്മളെ പ്രശ്നമാക്കിയത്. ലോകത്തെ ഏറ്റവും കൂടുതൽ കുരമുളകളുള്ള നാട് ഏതായിരുന്നു? കേരളം. അതുകൊണ്ട് ലോകത്തെ ആദ്യത്തെ കോളനിവൽക്കരണം നടക്കുന്നത് എവിടെയാണ്? കേരളത്തിൽ. കാരണം കേരളത്തിൽ എന്തുണ്ട്? സമ്പത്തുണ്ടാവളെ കൊമ്പളെ കോളനി വരുള്ളൂ. കോളനൈസേഷൻ്റെ അടിസ്ഥാന കാരണം സമ്പത്താണ്. കോളനൈസേഷൻ്റെ പിതാക്കൾ ആരാണ്? യൂറോപ്യൻസ്. എവിടെ പണമുണ്ടോ അവിടെ കയറും, എവിടെ സമ്പത്തുണ്ടോ അവിടെ കയറും. ഇപ്പൊ അവർ നാൾക്കുനാൾ വന്ന അടിക്കാണ് മധ്യേഷ്യയെ, പശ്ചിമേഷ്യയെ. എന്തുകൊണ്ട്? പശ്ചിമേഷ്യയിൽ എന്തുണ്ട്? അളവറ്റ സമ്പത്തുണ്ട്. ഈ എണ്ണപ്പാടങ്ങൾ എല്ലാം പറ്റിയാൽ പിന്നെ വഴിക്ക് തിരിഞ്ഞൂല. ഒറ്റയും തെറ്റയുമായി വല്ല വഴിയാത്രക്കാരായ യൂറോപ്യൻസ് വന്നെങ്കിലായി. ഇപ്പൊ സിംബാബ്വേയുടെ ഭരണാധികാരിയല്ലേ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് എന്ത് ചെയ്തു? കിഡ്നാപ്പ് ചെയ്തല്ലോ അമേരിക്ക. എന്തുകൊണ്ട്? സിംബാബ്വെ അല്ല, വെനീസ്വലയുടെ നിയമപരമായ ഭരണാധികാരിയെ ഒരു ദിവസത്തിന്റെ ഒരു പ്രഭാതത്തിന്റെ അല്പനേരം കൊണ്ട് കിഡ്നാപ്പ് ചെയ്തു. ആരാ കിഡ്നാപ്പ് ചെയ്തത്? അമേരിക്ക. എന്തുകൊണ്ട്? ലോകത്തെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള രാജ്യം വെനീസ്വലയാണ്. അതാ കാരണം. വെനീസ്വലയുടെ ഭരണാധികാരിയെ കിഡ്നാപ്പ് ചെയ്യാനുള്ള കാരണം അതാണ്. അപ്പൊ എവിടെ സമ്പത്തുണ്ടോ അവിടെ യൂറോപ്യൻസ് കയറും. പിൽക്കാലഘട്ടത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ AD 16-ാം നൂറ്റാണ്ടോടുകൂടാണ് യൂറോപ്യൻ കോളനിവൽക്കരണങ്ങൾ ആരംഭിക്കുന്നത്. സ്പെയിന്, പോർച്ചുഗല് ഇതെല്ലാം പിൽക്കാലഘട്ടത്തിൽ അടിമകളാക്കി. ആര്? മാലിക്കാരെ. നിങ്ങൾക്ക് ഗൗരവമായ രസം കേൾക്കണം. രാജാവിന്റെ ഹിഫ്ളുൽ ഖുർആൻ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം മക്കളെ ഹാഫിളാക്കാൻ താല്പര്യമുണ്ടായി. ലോകത്തെ ഏറ്റവും കൂടുതൽ പിൽക്കാലത്ത് ഹാഫിളുകൾ ഉണ്ടായ രാജ്യമാണ് ഏത്? മാലി. 16-ാം നൂറ്റാണ്ട് കോളനിവൽക്കരണത്തിനോട് കൂടെ അവർ അമേരിക്കയിലെത്തി. യൂറോപ്യൻസ്.
അമേരിക്കയിൽ അടിമപ്പണിക്ക് കൊണ്ടുപോയതിൽ വലിയ ശതമാനം ആരെയാണ്? മാലിക്കാരായ ഹാഫിളീങ്ങളെ. അവർ കാരാഗ്രഹത്തിലും ചാട്ടവാറടിയിലും മരിച്ചു. അങ്ങനെയുള്ള ഹാഫിളീങ്ങളുടെ ചരിത്രം 10,000-ങ്ങളാണ്. ഞാൻ പിന്നീട് പറയാം. എന്താ പറഞ്ഞു? മാലിയിലെ ഹാഫിളീങ്ങളെ പിന്നീട് കപ്പൽ കയറ്റി കൊണ്ടുപോയി. ആര്? യൂറോപ്യൻസ്. എങ്ങോട്ട്? അമേരിക്കയിലേക്ക്. അമേരിക്ക നിർമ്മിക്കാൻ വേണ്ടി. അമേരിക്കയിലെ ഇന്ന് കാണുന്ന നിർമ്മിതികളുടെ മുഴുവനും ആരാണ്? പറ. 18-19 നൂറ്റാണ്ടുകളിൽ ഈ നിർമ്മിതികളെല്ലാം അടിസ്ഥാന ബേസിക് നിർമ്മിതികൾ നടത്തുന്നത് ആരാണ്? മാലിയിലെ ഹാഫിളീങ്ങളാണ് പലരും. മനസ്സിലാണ്ട് പറഞ്ഞത്? പിൽക്കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അവരിൽ പലരും ഹാഫിളുൽ ഖുർആനായിരുന്നു. യൂറോപ്യൻസിന്റെ അടി കിട്ടിയിട്ട് ചെങ്ങലയിൽ മരിച്ചു, ഗോതമ്പ് വയലുകളിൽ മരിച്ചു. ആര്? മാലിക്കാര്. ഇവരൊക്കെ ആരായിരുന്നു? ഹാഫിളുകൾ. എന്തുകൊണ്ട് ഹാഫിളായി? അവർക്ക് പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. ലോക പ്രശസ്തനായ രാജാവ് ആരായിരുന്നു? ഹാഫിളായിരുന്നു. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നതോടുകൂടെ ഇവർക്ക് താല്പര്യമാണ്. എന്തിന്? മക്കളെ ഹാഫിളാക്കാൻ. അങ്ങനെ 10,000-കണക്കിന് ലക്ഷക്കണക്കായ ഹാഫിളുകൾ മാലിയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ടായി. അവർ പിന്നെ അമേരിക്കയിലെ അടിമപ്പണിക്കാരായി. ഈ അടിമപ്പണിക്കാരിൽ നല്ലൊരു ശതമാനവും ആരായിരുന്നു? ഹാഫിളുകൾ. അമേരിക്കൻ അടിമകളുടെ ഒരു പുസ്തകമുണ്ട്, ദ ട്രയൽ ഓഫ് ടീയേഴ്സ്, കണ്ണുനീരിന്റെ യാത്ര. ഈ അടിമകളെ കുറിച്ച് പറയുന്നുണ്ട്. കണ്ണുനീരിന്റെ യാത്ര. മനസ്സിലായോ? പറയാൻ ചിന്തിക്കണം. ഇവരെല്ലാം ലോകപ്രശസ്തരായ ഈ ഹാഫിളീങ്ങൾ ഒരു രാജ്യത്തെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം മക്കൾ ഹാഫിളീങ്ങളായി. പിന്നീട് അവർ കോളനിക്കാരുടെ അടിമകളായി. ഇവരെ ഈ അമേരിക്കൻസിന്റെയും യൂറോപ്യൻസിന്റെയും കടന്നുകയറ്റത്തെ ചെറുക്കാൻ മാൻസ മൂസയെ പോലെ കരുത്തുള്ള ഭരണാധികാരികൾ പിന്നീട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉണ്ടായില്ല. അതുകൊണ്ടാണല്ലോ ആഫ്രിക്കയിലെ ചിലരുടെ ചെറുത്ത് നിൽപ്പാണ് പിൽക്കാലത്ത് ലോകത്തിന്റെ ചരിത്രം. നിങ്ങൾ ഉമർ മുഖ്താറിനെ കേട്ടിട്ടില്ലേ? ഉമർ മുഖ്താർ. He was the freedom fighter in Libya. മനസ്സിലായില്ലേ? മനസ്സിലാണ്ട് പറയുന്നത് ദി ഫാദർ ഓഫ് നേഷൻ. ലിബിയയുടെ രാഷ്ട്രപിതാവാണ് ആര്? പറ. ആര്? ഉമർ മുഖ്താർ. എന്തുകൊണ്ട്? ഇറ്റലിക്കാരോട് പടവെട്ടി. ഇറ്റലിയുടെ കോളനി വന്നു. എങ്ങോട്ട്? ലിബിയയിലേക്ക്. ഇതിന്റെ തൊട്ടടുത്ത രാജ്യമാണ് ലിബിയ. ലിബിയ നമ്മൾ പറഞ്ഞല്ലോ. ഈജിപ്തിന് ലിബിയ എന്നാണല്ലോ അദ്ദേഹം ഈജിപ്തിലേക്ക് വരുന്നത്. ഉമർ ഫൂത്തിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉമർ ഫൂത്തിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിലേ പറയൂ. ഉണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എന്റെ തിരുത്തൂതർ നിയോഗം എന്ന പുസ്തകം വായിച്ചിട്ടില്ല. തിരുത്തൂതർ നിയോഗം എന്ന പുസ്തകം വായിച്ച ആൾ എങ്ങനെ ഉമർ ഫൂത്തിയെ പഠിക്കാതിരിക്കും? ആ പുസ്തകത്തിലുണ്ട്. ആ ഫ്രീഡം ഫൈറ്റർമാരുടെയൊക്കെ ചരിത്രം. ഫ്രീഡം ഫൈറ്റിങ്ങിൽ ആദ്യത്തെ ആൾ മുസ്തഫ നബിയാണ്. മുസ്തഫ നബിയാണ് ആദ്യത്തെ ഫ്രീഡം ഫൈറ്റർ. അങ്ങനത്തെ ഒരു ഫ്രീഡം ഫൈറ്റർ അതിന് മുമ്പില്ല. അതിന് നിങ്ങൾ തിരുദൂതർ നിയോഗം വായിക്കണം. ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും വായിക്കണം. ഒരു മാസത്തിൽ 1-2 ദിവസം തിരുദൂതർ എന്ന് വരെ വായിക്കണം. മരിക്കണമെങ്കിൽ വായിക്കണം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുസ്തകം തിരുദൂതർ നിയോഗമാണ്. ഞാൻ എപ്പോഴും പുസ്തകം എഴുതാൻ എനിക്ക് കഴിയാൻ സാധ്യതയില്ല. അതൊരു പുസ്തകമാണ്. എന്നും നിങ്ങൾ വായിക്കണം. 1000 കൊല്ലം കഴിഞ്ഞാലും സാധ്യത ഉണ്ടാവും ഈ പുസ്തകത്തിന്. നമ്മൾ വായിച്ചിട്ടില്ല. ഉമർ മുഖ്താർ ഉമർ ഫൂത്തിയെ പറയുന്നുണ്ട്. ഉമർ ഫൂത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ആഫ്രിക്കയിലെ ഒരു പ്രദേശത്തിൽ നിന്ന് എന്ത് ചെയ്തു? പിന്നെ ഈ പോർച്ചുഗീസുകാരെ തടഞ്ഞു. പിന്നെ ആ രാജ്യത്തെ അദ്ദേഹം സ്വയം ഒരു ഭരണകൂടമാക്കി. ഉമർ മുഖ്തി മരിക്കണത് വരെ യൂറോപ്യൻസിന് പേടിയായിരുന്നു ഉമർ ഫൂത്തി.
അങ്ങനെ ചില ഈറ്റപ്പുലികളെല്ലാം ഇടക്കാലത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഹാഫിദുൽ ഖുർആനാണ്. ഉമർ ഫൂത്തിയ ഹാഫിദുൽ ഖുർആൻ, ഉമർ മുഖ്താർ ഹാഫിദുൽ ഖുർആനാണ്. ഉമർ മുഖ്താർ ഹാഫിദുൽ ഖുർആനാണ്, ഖാദിരി ത്വരീഖത്തിന്റെ ശൈഖാണ്. ഈ ഉമർ മുഖ്താറെ കേരളത്തിൽ പരിചയപ്പെടുത്തിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സിനിമയാണ്. അതുകൊണ്ട് സുന്നികളായ അന്തൂസുകളൊക്കെ മനസ്സിലാക്കി ഉമർ മുഖ്താർ ജമാഅത്തേരനാണ്. സുന്നികൾക്ക് അന്തല്ലല്ലോ. ഈ ചരിത്രം നാട്ടിൽ പഠിപ്പിക്കേണ്ട സുന്നികളായിരുന്നു. സുന്നികൾക്ക് ഇപ്പോഴും ഇല്ല അന്തം. ഇനിയിപ്പോ ഞാനൊരു ഉമർ മുഖ്താറിനെ പറ്റി പറഞ്ഞാൽ വേറെ സുന്നി പോലെ പറയാം ഓൻ അന്തല്ലല്ലോ എന്നാ. ഇയാളാരാ? ഈ ഉമർ മുഖ്താർ ആരാ? സൂഫി, സുന്നി, ഖാദിരി ത്വരീഖത്തിന്റെ ഷെയ്ഖും. മനസ്സിലായി? ലിബിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയിലെ മുദരിസുമാണ് ആര്? പറയടോ ആര്? ഉമർ മുഖ്താർ. അദ്ദേഹം ഫ്രീഡം ഫൈറ്ററായി. എന്തുകൊണ്ട്? യൂറോപ്യൻ കോളനിക്കാരിൽ നിന്ന് രാജ്യത്തെ സാധുക്കളെയും രക്ഷിക്കണം, പെണ്ണുങ്ങളെ മാനം രക്ഷിക്കണം. പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യാനോ ഒന്നിച്ച് കയറിയിട്ട് അവിടെ നോക്കിക്കാൻ പാടില്ല. അതിനുവേണ്ടി ആ മനുഷ്യൻ ഷഹീദായി. 20-ാം നൂറ്റാണ്ടിലെ ഷഹീദാണ് ആര്? ഉമർ മുഖ്താർ. ഇറ്റാലിയൻ കോളനിവൽക്കരണത്തിനെതിരെ യുദ്ധം ചെയ്ത് ഷഹീദായി. പിന്നെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. വലിയ മനുഷ്യന്മാരുടെ രക്തത്തിൽ നിന്നല്ലേ സ്വാതന്ത്ര്യം ഉണ്ടാവുക? ഈ മനുഷ്യൻ ആരാണ്? സുന്നിയാണ്. നമ്മൾ പഠിച്ചില്ല. അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഗ്രാമങ്ങളിലൊക്കെ ഈ എന്താ പറയാ, ഓർമ്മയില്ല, അതൊക്കെ ഈ അങ്ങാടികളിൽ കൊണ്ടുപോയിട്ട് എന്താ പറയുക, അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ ഹോം സിനിമ പോലെ സിനിമ കാണിക്കും ജമാഅത്തെ ഇസ്ലാമി. എൻ്റെ കുട്ടിക്കാലത്ത് കവലകൾ കൊണ്ടുവന്ന് ഉമർ മുഖ്താറിനെ ജമാഅത്തെ ഇസ്ലാമി പരിചയപ്പെടുത്തും. അപ്പം നമ്മളെ മാസന്മാരും മൂല്യന്മാരും എന്ത് മനസ്സിലാക്കി? അതേതോ ഒരു ജമാഅത്തേരനാണ്. ഈ മനുഷ്യനാരാ? സൂഫി, സുന്നി എന്ന് മാത്രമല്ല, ലിബിയയിലെ ഖാദിരി ത്വരീഖത്തിന്റെ ഷെയ്ഖ് 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് ത്വരീഖത്ത് സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചില്ല. നമ്മൾ തന്നെ. ഉസ്മാൻ ഫോദിയെ പറ്റി കേട്ടിട്ടുണ്ടോ? നിങ്ങൾ നിയോഗം വഹിച്ചിട്ടില്ല. ഇതൊക്കെ അതിലുണ്ട്. കാരണം ആദ്യത്തെ ഫ്രീഡം ഫൈറ്റർ ആരാ? ആദ്യത്തെ ഫ്രീഡം ഫൈറ്റർ ആരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ ഫ്രീഡം രക്തസാക്ഷി ആരാ? ആദ്യത്തെ ഫ്രീഡം രക്തസാക്ഷി, ആദ്യത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ രക്തസാക്ഷി ആരാ? സയ്യിദ് ഇബ്നു ഹാരിസ. അതുകൊണ്ടാണ് ഖുർആൻ പേര് പറഞ്ഞത്. എന്തിനാടാ ഈ താലയം വെച്ച് നടക്കണം? ഇത് വെട്ടിക്കൂടെ? ഈ താലയം വെച്ച് എന്തിനാടാ നടക്കണം? ഖുർആൻ പരിചയപ്പെടുത്തിയ ആദ്യത്തെ ഫ്രീഡം രക്തസാക്ഷിയാണ് ആര്? സയ്യിദ് ഇബ്നു ഹാരിസ. ആ മനുഷ്യനെ പേരാ ഖുർആൻ പറഞ്ഞത്. എന്തിനാണ് ഇതൊക്കെ വെച്ച് നടക്കണേ? എന്തിനാണ് കുറേ തൊപ്പിയും തലക്കെട്ട് വെച്ച് നടക്കണേ? അരിഞ്ഞിട്ടൂടെ? ഈ മനുഷ്യൻ്റെ പേര് മാത്രം ഖുർആൻ പറഞ്ഞത്. ഇത് ഖുർആൻ ആർക്കാ കൊടുത്തത്? ആദ്യത്തെ ഫ്രീഡം ഫൈറ്റർക്ക്. അതിൽ പറഞ്ഞൊരു സ്വഹാബി ആദ്യത്തെ ഫ്രീഡം രക്തസാക്ഷിയാണ്. അതാരാണ്? സയ്യിദ് ഇബ്നു ഹാരിസ. പിന്നീട് യൂറോപ്പിനെ തോൽപ്പിച്ച ആദ്യത്തെ പടനായകൻ ആരാണ്? അദ്ദേഹത്തിന് 14 വയസ്സുള്ള മകൻ ആര്? ഉസാമത്ത് ബിൻ സെയ്ദ്. അറിയില്ലേ? ഏതിൽ വിശദമായി എവിടെ ഉണ്ട്? തിരുദൂതർ നിയോഗം വായിക്കടാ. എന്തിനാണ് നോക്കി നടക്കണേ? ആ പുസ്തകം വായിക്കാനായി 1000 കിതാബ് വായിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ തിരുദൂതർ നിയോഗം പുസ്തകം വായിക്കുക. ഒന്നുണ്ടായിട്ട് പറയല്ല. റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ ഇന്നത്തെ റസൂലുള്ള ആര്, ഇന്ന് മനസ്സിലാക്കേണ്ട റസൂലുള്ള ആര് എന്ന് ഈ യൂറോപ്യൻ എഴുതിയ 1000-കണക്കിന് പുസ്തകങ്ങളിലാണ് ഇന്ന് നമ്മളെ കുട്ടികൾ റസൂലുള്ളാഹിനെ മനസ്സിലാക്കണം. അല്ല, തിരുദൂതർ നിയോഗം എന്ന പുസ്തകം വായിച്ചേ മതിയാവും. എല്ലാവരും വായിക്കണം, വായിച്ചേ മതിയാകും. അത് വീണ്ടും വീണ്ടും വായിക്കണം. ഒരു ശനി ഞായർ ഒഴിവുണ്ടോ വായിക്കണം. കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കണം. അത് വായിക്കുക. നല്ല ചിത്രങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ചിത്രം കൊടുത്തതെന്നറിയോ? എന്തിന്? ചില ആളുകൾ എന്നെ വിമർശിച്ചു, ഇതെന്തിനാ അങ്ങനെ ചിത്രകഥകൾ പോലെ? അത് എന്തിനാണ്? ഇപ്പം നമ്മളൊരു ഒരു ലേഖനോ ഒരു നോവലോ വെച്ച് നമ്മൾ വായിക്കൂല. അതേസമയം ബാലരമ വായിക്കും. എന്തുകൊണ്ട്? അതിലെന്തുണ്ട്? ചിത്രങ്ങൾ മനുഷ്യന്മാരെ അതിൻ്റെ ഒറിജിനാലിറ്റി ഇങ്ങനെ തപ്പിയെടുക്കും. ഒരു 1000 വിഷയത്തിൻ്റെ മൊത്തം ഫോം എന്തിൽ നിന്ന് കിട്ടും? നമുക്ക് ഒരു പിക്ചറിൽ നിന്ന് കിട്ടും. എന്നാണ് അതൊക്കെ കൊടുത്തത്.
അതൊക്കെ ഒരു പുതിയ ഉദ്ദേശമുണ്ട് എനിക്ക്. ഇനി അങ്ങോട്ട് മാറും നമ്മൾ സമൂഹം. ആ പുസ്തകം വായിക്കണം. ഫ്രീഡമാണ് മനുഷ്യന് വേണ്ടത്. ഇസ്ലാം കൊണ്ടുവന്നത് എന്താണ്? ഫ്രീഡം. ഇസ്ലാം ആഗ്രഹിച്ചത് എന്താണ്? പറടാ. ഫ്രീഡം. ലോകത്തെ ഏറ്റവും വലിയ ഫ്രീഡം ഫൈറ്റർ ആര്? മുഹമ്മദ്. മനസ്സിലായില്ല. ഹബീബ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞില്ലേ? റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ ആയത്തില്ലേ? വൽ അഗ്ലാൽ എന്ന് പറഞ്ഞ ഏതാണ് സൂറത്ത്? ഏതാണ് ആയത്ത്? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞില്ലേ? നിങ്ങളെ ചെങ്ങലപ്പൂട്ടുകൾ പൊട്ടിച്ചറിയും മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ ചെങ്ങലപ്പൂട്ടുകളെ പൊട്ടിച്ചെറിയും. ആയത്ത് മനസ്സിലായോ? ഖുർആനിൽ അങ്ങനെ ആയത്തുണ്ടെന്ന് അറിയില്ലേ? എവിടെയാണ് ആയത്ത്? അപ്പം നിങ്ങളുടെ അഗ്ലാൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കയ്യാമം വെച്ചിട്ടുണ്ട് യൂറോപ്യന്മാർ. ഇങ്ങോട്ട് നോക്ക്. നിങ്ങളെ കയ്യാമം ഞാൻ പിന്നീട് വിശദീകരിക്കാം. നിങ്ങളെ കയ്യാമം വെച്ചിട്ടുണ്ട് ആര്? ലോകത്തിന് കയ്യാമം വെച്ചു. കോളനൈസേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കയ്യാമമായി. ആ കയ്യാമത്തെ മനസ്സിലായില്ലേ? പൊട്ടിക്കാണ്. എന്തിനാണ് യൂറോപ്പ് നേരെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കയറിയത്? എന്തിനാ കയറിയത്? ഏഷ്യൻ രാജ്യങ്ങളിൽ ജനങ്ങൾ ആമം വെക്കാൻ വേണ്ടിയിട്ട്. ആ ആമം പൊട്ടിച്ചത് ആരാണ്? പൊട്ടിക്കാൻ വേണ്ടിയുള്ള കിതാബാണ് ഏത്? ഖുർആന്. അതിൻ്റെ ഫൈറ്ററാണ് മുഹമ്മദ് മുസ്തഫ. അതിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ഖുർആൻ പറഞ്ഞുള്ളൂ. അതാര്? സെയ്ദ് ബിൻ ഹാരിസ. അല്ലാതെ അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ട ആളാണോ സെയ്ദ്? മനസ്സിലായോ? ആണോ? അല്ല. പിന്നെന്തേ? ആദ്യത്തെ ഫ്രീഡം രക്തസാക്ഷിയാണ്. ഇതൊക്കെ പഠിച്ചാൽ എന്തിനാണ് ഇവിടെ കുറച്ച് ചൂട്ടുണ്ടാക്കി നടക്കണം? ആർക്കടാ എൻ്റെ സുജൂദ് ഉണ്ട്? പഠിച്ചോനെ തിരിയാതെ. ഇതൊക്കെ ആരുടെ പാത്തുമാൻ്റെ ഇടയിൽ ആളാകാനല്ലാതെ ഇവിടെ കുറേ ഉണ്ടായിട്ട് എന്താ കാര്യം? പടച്ചോനെ അറിയോ? പടച്ചോനെ നബിനെ അറിയോ? എന്താണ് ഈ നബി ഇവിടെ ചെയ്തതെന്ന് അറിയോ? നബി ചെയ്തത് മനുഷ്യരുടെ ആമപ്പൂട്ടുകളെ പൊട്ടിച്ചു കൊടുത്തു. എന്നിട്ട് മനുഷ്യൻ എന്ത് നൽകി? സ്വാതന്ത്ര്യം. യാ അബ്ദി എന്ന് ഒരാൾ തന്റെ അടിമയെ വിളിച്ചപ്പോൾ എന്റെ ഹബീബായ നബി പറഞ്ഞു, അഹ്റാറായി സ്വതന്ത്രരായി ജനിച്ച ആളുകൾ, അള്ളാഹുവിന്റെ അടിമ മാത്രമായ ജനങ്ങളെ നീ എന്തിനാണ് അടിമയാക്കിയത്? ബാല്യക്കാരാന്ന് പറഞ്ഞു. യാ അബ്ദി എന്ന് പറയുന്നത് എന്റെ ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല. ഒരാൾക്ക് ഇവിടെ അടിമല്ല, അടിമാർക്ക് മാത്രം. അല്ലാഹ് എന്റെ പരിത്ത ബാല്യക്കാരാന്ന് പറഞ്ഞു. എന്ത് പറയുന്നത്? അടിമയെന്നൊരു വാക്ക് ഒരു മനുഷ്യനെ പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അടിമ ആർക്ക് മാത്രം? അള്ളാഹുവിൻ്റെ മാത്രം അടിമ. നമ്മൾ ബാല്യക്കാരെന്നാണ്. യാ ഫത്ത, ഏ ബാല്യക്കാര, അങ്ങനെ പറഞ്ഞോ? ഇതൊക്കെ റസൂലുള്ളാഹിന്റെ വാക്കല്ലേ? അതല്ലേ ഫ്രീഡം ഫൈറ്റർ ചെയ്തത് മുഹമ്മദ് മുസ്തഫ? അവസാനിപ്പിക്കുകയാണ്. മനസ്സിലാവേണ്ടി പറഞ്ഞത് ഞാൻ. ഷാ അള്ളാഹ് നിങ്ങൾ പഠിക്കി. എന്തിനാ അതൊക്കെ പറഞ്ഞു തരുന്നത്? എൻ്റെ കുട്ടികൾക്ക് ഒരു പഠനത്വരണ്ടാവണം. നിങ്ങൾ തിരുദൂതർ നിയോഗം എന്ന പുസ്തകം എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും വായിക്കണം. അത് വീണ്ടും വായിക്കണം. അതൊരു വട്ടം ഇപ്പോൾ വായിച്ച നിങ്ങൾക്ക് തന്നെ ഓർമ്മയില്ല. അതിനങ്ങനെ സാധാരണ പുസ്തകം വായിക്കുമ്പോൾ തിരുദൂതർ നിയോഗം വായിച്ചാൽ പോരാ. തിരുദൂതർ നിയോഗം മനസ്സിരുത്തി വായിക്കണം. ഓരോ ചാപ്റ്റർ വേറിട്ട് വായിക്കണം. അതിന് പ്രത്യേകമായി നോട്ട്സ് എഴുതി വെക്കണം. ആ നോട്ട്സ് നമ്മൾ പ്രധാനപ്പെട്ട പുസ്തകത്തിലേക്ക് പകർത്തണം. ഇൻഷാ അള്ളാഹ് കേരളത്തിൽ എൻ്റെ മരണത്തിന് ശേഷമെങ്കിലും ആ പുസ്തകം ചരിത്രത്തിൽ നബിയെക്കുറിച്ചുള്ള പാഠപുസ്തകമാക്കി മാറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഇൻഷാ അള്ളാഹ് കേരളത്തിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികൾ ഒരു കാലത്ത് ഞാൻ മരിക്കണവരെ എന്നോട് അസൂയ ഉണ്ടാവും. മരിച്ചവനെന്ത് അസൂയാണ്? അപ്പം ആ പുസ്തകത്തിന് തുറഞ്ഞ് ഇനി വേറെ പുസ്തകം വരാം. അതിനു മുമ്പ് അതുപോലത്തെ ഒരു പുസ്തകമില്ല. അത് തൗഫീഖാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആഫ്രിക്കയിലെ ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ച്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താ? ഒരു നിലക്ക് ആഫ്രിക്കയെക്കുറിച്ചും മാലിയെക്കുറിച്ചും യൂറോപ്യന്മാർക്ക് വിവരം കിട്ടിയപ്പോൾ അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി അവർ കോളനൈസേഷൻ ആരംഭിച്ചു. അങ്ങനെ ഒരു പ്രത്യാഘാതവും മാൻസ മൂസയുടെ ഹജ്ജ് യാത്ര വഴിയായി ഉണ്ടായിട്ടുണ്ട്. ഇല്ലെങ്കിൽ പുറത്തറിയില്ല.
പക്ഷേ ലോകം മുഴുവൻ സമ്പന്നമായി. സാധുക്കളായ ലക്ഷക്കണക്കായ ജനങ്ങൾക്ക് സമ്പത്തിൻ്റെ ശുദ്ധവായു കിട്ടി. പാവപ്പെട്ട മനുഷ്യന്മാർ മക്കളെ കെട്ടിച്ചു, വീടുണ്ടാക്കി, സന്തോഷമായി, നല്ല വീട്, നല്ല പള്ളി ഒക്കെ വലിയ സന്തോഷമായി അവർ ജീവിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ 25,000 കുട്ടികളെ ഒരേ സമയത്ത് പഠിപ്പിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറി ഉണ്ടാക്കി, ഒന്നും ബാക്കി വെക്കാതെ, സ്വന്തം മക്കൾക്ക് വേണ്ടി ഗോപുരങ്ങൾ കെട്ടിവെക്കാതെ സന്തോഷകരമായി ആ മനുഷ്യൻ ഫക്കീറായി തന്നെ മരിച്ചുപോയി. അവസാനം മകനെ രാജ്യം ഏൽപ്പിച്ച് മക്കയിൽ പോയിട്ട് മക്കയിലും മദീനയിലും ഫക്കീറായി കഴിഞ്ഞുകൂടണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിന് തയ്യാറെടുക്കവേ അദ്ദേഹം മരിച്ചു. 1337 ഫക്കീറാകാൻ തയ്യാറെടുക്കവേ മക്കയിലും മദീനയിലും പോയിട്ട് ഫക്കീറായി ആരും അറിയാതെ ഒരു ഭാണ്ഡക്കെട്ടും കൊണ്ട് ജീവിക്കണമെന്നായിരുന്നു അവസാന കാലത്തെ മോഹം. പക്ഷെ ആ മോഹം പൂവണിഞ്ഞില്ല. മകനെ ഭരണകാര്യങ്ങൾ പഠിപ്പിക്കുന്ന സന്ദർഭത്തിനുള്ളിൽ കൊട്ടാരത്തിൽ വെച്ച് തന്നെ അദ്ദേഹം ഫക്കീറായി മരിച്ചു. ഒരു സാധാരണക്കാരൻ്റെ ഭക്ഷണമല്ലാതെ കഴിച്ചിട്ടില്ല, ഒരു സാധാരണക്കാരൻ്റെ ഉടുപുടയല്ലാതെ അണിഞ്ഞിട്ടില്ല. മനസ്സിലായോ? അതാണ് യഥാർത്ഥ മുഅ്മിൻ, അതാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഭരണാധികാരി. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഈ ചരിത്രത്തെ ഇനിയും നിങ്ങൾ പഠിക്കുക. ലോകത്ത് വലിയ വലിയ പഠനങ്ങൾ മാൻസ മൂസയെ പറ്റി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വരെയുള്ള കോമൺ ഹിസ്റ്ററി പരിചയപ്പെടുത്തിയ ഹു വാസ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ഹിസ്റ്ററി എന്നതിന് ലോകം മുഴുവനും ഇന്നും പറയുന്ന പേര് മാൻസ മൂസ എന്നാണ്. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മിസ്രി അക്കാദമിയുടെ കീഴിൽ പഠിക്കുന്ന കാസർഗോഡ് ഉള്ള ഷദ എന്ന ഫാത്തിമ എന്ന പെൺകുട്ടി ഹാഫിളത്തായിട്ടുണ്ട്. അവരുടെ വകയാണ് ഇന്നത്തെ ഇത് കഴിഞ്ഞിട്ടൊരു ഭക്ഷണം ഉണ്ട്, അത് അവരുടെ വകയാണ്, ആ കുട്ടിയുടെ വകയാണ് ഭക്ഷണം. ആ കുട്ടിക്ക് ഹിഫ്ള് നിലനിർത്താൻ അള്ളാഹു തആല തൗഫീക്ക് തരട്ടെ. ഹിഫ്ള് നിലനിർത്താൻ അള്ളാഹു കൊടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ, പപ്സും ചായയും ഉണ്ട്, പപ്സും ചായയും ഉണ്ട്. അതേ സമയത്ത് ഭക്ഷണമുണ്ട്. ചോദിച്ചു നോക്കാം, റഫീഖ് എവിടെ? ഭക്ഷണം എത്തിയാലോ? ആ പപ്സും ചായയും അതും ഉണ്ട്. പപ്സ് വേണമെങ്കിൽ വീട്ടിലേക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കളി. ചായയും കടിയും, ചായയും ഭക്ഷണം, പപ്സൊക്കെ എല്ലാവരും വാങ്ങിക്കളി, എല്ലാവരും വാങ്ങിക്കളി. മാഷ വകയാണ് പപ്സും ചായയും. മാഷ വകയാണ് പപ്സും ചായയും. രാജാവ് എത്രത്തോളം നീതിയുക്തനാകാൻ കഴിയും എന്നത് മാൻസ മൂസ വീണ്ടും തെളിയിച്ചു. ഒരു ഹാഫിളിന് എങ്ങനെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ നിയുക്തമായി കഴിയും അതും അദ്ദേഹം തെളിയിച്ചു. ഖുർആനും ഹദീസും നിയമങ്ങളും പഠിച്ചിട്ട് തന്നെ എല്ലാവിധ ജനങ്ങളോടും നീതിയോടെ പെരുമാറാൻ എങ്ങനെ കഴിയും അതും അദ്ദേഹം തെളിയിച്ചു. സമ്പത്ത്, വലിയ സമ്പത്തൊക്കെ, സമ്പത്ത് എന്നാൽ ഒരു മരീചിക മാത്രമാണ്. ഇന്നൊരാളെ കയ്യിൽ, നാളെ വേറൊരാളെ കയ്യിൽ. ഇന്ന് ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രം മാലിയാണ്, ഇന്ന് ലോകത്തെ ഏറ്റവും ദരിദ്ര രാഷ്ട്രം മാലിയാണ്. പള്ളി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മനസ്സിലായില്ലേ? പള്ളി ഉണ്ടാക്കിയ ആൾക്ക് കൊടുത്തത് 400 കിലോ സ്വർണ്ണമാണ് രാജാവ്. ഇന്ന് ആ നാട്ടുകാർ ലോകത്തെ ഏറ്റവും വലിയ ദരിദ്രർ ഇന്ന് മാലിക്കാരാണ്. ലോകത്തെ ആദ്യത്തെ മാലിക്കി യൂണിവേഴ്സിറ്റി മാലിയിലാണ് ഉണ്ടാക്കിയത്. മാലിക്കി യൂണിവേഴ്സിറ്റി, മാലിക്കി മദ്ഹബിൽ ഒരു യൂണിവേഴ്സിറ്റി. ഒരേ സമയത്ത് 25,000 കുട്ടികൾ പഠിക്കുക, ഒരേ സമയത്ത് 7 ലക്ഷം കിതാബുകൾ. എന്നിട്ട് അദ്ദേഹം ഫഖീറായി മരിച്ചു.